നിമിഷപ്രിയ ജീവിതത്തിൽ അനുഭവിച്ചത് തീരാ നോവുകളാണ്. അത്രയേറെ കനത്ത ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. വേട്ടയാടലുകൾ, ഉപദ്രവം, എന്ത് ചെയ്യാൻ മടിക്കാത്ത ഒരാളുടെ ആക്രമണങ്ങളായിരുന്നു നിരന്തരം നേരിടേണ്ടി വന്നത്. അത് ഒരു അന്യനാട്ടിൽ, ഒരു സംരക്ഷണം, ഒരു സുരക്ഷിതത്വം നമുക്ക് ലഭിക്കാത്ത ഒരു നാട്ടിൽ. അങ്ങനെ ഇതെല്ലാം അനുഭവിച്ച് നിമിഷപ്രിയ അങ്ങേയറ്റം പറ്റിയപ്പോഴാണ് ഈ പറയുന്ന നിർബന്ധിതമാകുന്നത് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതിലും പൂർണ്ണമായിട്ടും അതിന് തെളിവുകളോ ഇല്ലെങ്കിൽ കാര്യങ്ങളോ ഉണ്ടെന്നും തോന്നുന്നില്ല നിമിഷപ്രിയയാണ് കൊലപാതകം ചെയ്തത് എന്നുള്ളതിന്. നിമിഷപ്രിയ അയാളെ മയക്കി കിടത്താനായി കുത്തിവെച്ചു എന്നൊക്കെയുള്ളതാണ് പലപ്പോഴും പറഞ്ഞു കേട്ടില്ല. ശരിക്കും ഇതിൻ്റെ തുടക്കം മുതലുള്ള സംഭവങ്ങൾ എന്തായിരുന്നു? നിമിഷപ്രിയയുടെ വളരെ അടുത്ത സുഹൃത്താണ് ഈ പറഞ്ഞ തലാൽ എന്ന് പറയുന്ന ആൾ. നിമിഷപ്രിയയോടൊപ്പം തലാൽ കേരളത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നാടൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടുകൂടെ അവർ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. നിമിഷപ്രിയ യമനിൽ ഒരു നഴ്സായിരുന്നു. നിമിഷപ്രിയയുടെ കുടുംബം ആദ്യഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അവർ നാട്ടിലേക്ക് വന്നു. ഈ തലാലുമായിട്ട് ഒരു തവണ നാട്ടിലേക്ക് വന്ന സമയത്താണ് ഇവരുടെ വീട്ടിലുള്ള ഒരു ഫോട്ടോ, അതായത് നിമിഷപ്രിയയുടെയും ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ ഹസ്ബൻഡിൻ്റെയും അവരൊരുമിച്ചുള്ള ഒരു വിവാഹ ഫോട്ടോ തലാൽ എടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തലാൽ കൊണ്ടുപോകുന്നു. യമനിലെത്തിയതിന് ശേഷം തലാൽ ഈ ഫോട്ടോ മോർഫ് ചെയ്തിട്ട് തലാലിൻ്റെ ഫോട്ടോയും വെച്ച് ഇവർ തമ്മിൽ വിവാഹിതരായി എന്ന രീതിയിലൊരു പ്രചാരണം നടത്തുന്നു. ഈ പ്രചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തലാൽ ഈ പറഞ്ഞ നിമിഷപ്രിയ അവിടെ ഏതൊരു മുഹമ്മദിൻ്റെ മകളാണ് എന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി ഇവർ തമ്മിൽ വിവാഹം കഴിഞ്ഞു എന്നൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിലിൻ്റെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനുമായി സംസാരിച്ചതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ വിഷയങ്ങളിപ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ നിമിഷപ്രിയയുടെ സമ്മതമില്ലാതെ നിമിഷപ്രിയയെ ഭീഷണിപ്പെടുത്തിയിട്ട് തലാൽ ഈ പറയുന്ന റെക്കോർഡ്സ് എല്ലാം ഉണ്ടാക്കുന്നു. അതല്ലാതെ നമ്മൾ പലരും പറഞ്ഞു കേൾക്കുന്നത് പോലെ നിമിഷപ്രിയ അവിടെ നിലനിന്ന് പോകാൻ വേണ്ടി തലാലിനെ വിവാഹം ചെയ്തു എന്നുള്ളതല്ല വസ്തുത എന്നാണ് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ യമനിൽ 2ഉം 3ഉം ഒക്കെ കല്യാണം കഴിക്കുന്നതിന് അവരുടെ നിയമങ്ങളൊന്നും വലിയ വിഷയമുള്ള ഒരു നാടൊന്നുമല്ല യമൻ. അപ്പോൾ തലാലിന് ഓൾറെഡി അവിടെ വേറെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. പക്ഷേ അതിനു പുറമെ തലാൽ നിമിഷപ്രിയയെ വിവാഹം ചെയ്തതായിട്ട് ഒരു രേഖകൾ ഉണ്ടാക്കുന്നു. നിമിഷപ്രിയ അവിടെ ഒരു ചെറിയൊരു ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ആ ക്ലിനിക്കിൻ്റെ ഉടമയായിട്ട് ഈ സ്വാഭാവികമായിട്ടും ഈ തലാൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷപ്രിയയുടെ സ്വത്തും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടാണ് തലാൽ ഈ പറഞ്ഞതുപോലെ ഒരു വ്യാജ രേഖ ഉണ്ടാക്കുന്നത്. അപ്പം പുറത്ത് ഉള്ള ആളുകൾ നോക്കുമ്പോൾ നിയമപരമായിട്ട് തലാലും നിമിഷപ്രിയയും വിവാഹിതരായിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം, അതായത് ഈ ക്ലിനിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾക്കൊക്കെ തലാലിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സാഹചര്യം വന്നു. നിമിഷപ്രിയമായിട്ട് ഡയറക്റ്റ് ഇടപാടുകൾ നടത്തിയിരുന്ന ആളുകൾക്കെല്ലാം തലാൽ ആക്സസ് ചെയ്യബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നു. പിന്നീട് തലാലിൻ്റെ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാവുകയാണ് നിമിഷപ്രിയ. ശാരീരികമായിട്ടും മാനസികമായിട്ടും ലൈംഗികമായിട്ടും ഒക്കെ നിമിഷപ്രിയയെ പീഡിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് തലാൽ എത്തുന്നു. അങ്ങനെ ഈ ഒരു പീഡനം സഹിക്കവയ്യാതെയാണ് നിമിഷപ്രിയ അവിടെ നിന്ന് രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്നത്. സുഹൃത്തുക്കളുമായിട്ട് വിഷയം സംസാരിച്ച ഘട്ടത്തിൽ ആരോ പറഞ്ഞു കൊടുത്ത ഇതാണ് സെഡേഷൻ കൊടുക്കുക. അതായത് സെഡേറ്റീവ് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ഇയാളെ മയക്കി കിടത്തിയിട്ട് പാസ്പോർട്ടും മറ്റ് ഡോക്യുമെൻറ്റ്സും എടുത്തിട്ട് അവിടെ നിന്ന് പോവുക എന്നുള്ളത്. ഓൾറെഡി ഈ തലാലിൻ്റെ കയ്യിലാണ് നിമിഷപ്രിയയുടെ പാസ്പോർട്ടും നിമിഷപ്രിയ യമനിൽ വന്നിറങ്ങിയപ്പോൾ മുതലുള്ള എല്ലാ ഡോക്യുമെൻസും, നിമിഷപ്രിയ ഈ പറഞ്ഞ യമനിൽ താമസിച്ചു പോരുന്നതിന് നിയമപരമായിട്ട് വേണ്ട എല്ലാ ഡോക്യുമെൻസും, ഇതേപോലെ നിമിഷപ്രിയക്ക് അവിടെ നിന്ന് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടത്തേക്കോ യാത്ര ചെയ്യാൻ വേണ്ട ഡോക്യുമെൻറ്റ്സ്, അതായത് പാസ്പോർട്ടും മറ്റു രേഖകളും എല്ലാം തലാലിൻ്റെ കൈവശമായിരുന്നു. പലതവണ നിമിഷപ്രിയ എനിക്ക് കേരളത്തിലേക്ക് പോകണം, എൻ്റെ ഫാമിലി വന്ന് കണ്ടിട്ട് തിരിച്ചു വരണം എന്ന്, എനിക്ക് പാസ്പോർട്ടും ഡോക്യുമെൻസും തരണം എന്ന് പറഞ്ഞപ്പോൾ അത് തരാൻ ഇദ്ദേഹം ഈ പറഞ്ഞ തലാൽ തയ്യാറായിരുന്നില്ല എന്നുള്ളത് നിമിഷപ്രിയ കുടുംബത്തെ അറിയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കൂട്ടുകാരുമായിട്ട് ഈ വിഷയം സംസാരിക്കുന്നതിനിടയിൽ ആരോ ഒരാൾ പറഞ്ഞു കൊടുത്തൊരു ബുദ്ധിയാണ് സെഡേഷൻ കൊടുത്ത് മയക്കി കിടത്തിയിട്ട് ഇതെടുത്തിട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ സെഡേഷൻ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്തു തലാലിന് എന്നാണ് പറയുന്നത്. അതിനുശേഷം നടന്ന കാര്യങ്ങളിലൊന്നും തനിക്ക് പങ്കില്ല എന്നാണ് നിമിഷപ്രിയ പറഞ്ഞിരിക്കുന്നത്. അപ്പം പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവർ പിന്നീട് അറിയുന്നത് തലാലിനെ വെട്ടിനുറുക്കി മുകളിലുള്ള ഒരു വാട്ടർ ടാങ്കിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് കേസ്. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമനിൽ ഔദ്യോഗിക ഭാഷ അറബിയാണ്. നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം അറബിക് ലാംഗ്വേജ് നിമിഷപ്രിയക്ക് അറിയില്ല. 2017 ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. നിമിഷപ്രിയക്കെതിരെ ഈ കുറ്റം ആരോപിക്കപ്പെടുന്നതും നിമിഷപ്രിയ ജയിലിലാകുന്നതും. 2020 നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിക്കുന്നത്. തലാലിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2020 നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിക്കുമ്പോൾ
ആ സമയത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു മലയാളിയായിട്ടുള്ള ഒരു നഴ്സ് വധശിക്ഷയ്ക്ക് വിധിച്ച് യമൻ ജയിലിൽ കഴിയുന്നു എന്നൊരു വാർത്ത പുറം ലോകം അറിയുന്നത്. അതിനുശേഷമാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ സംഘടിക്കുന്നതും ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവർ രാജ്യമൊട്ടുക്ക് ഇത് വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതും അവർ ഈ വിഷയങ്ങളെല്ലാം തന്നെ പറയുന്നു. ഈ നിമിഷപ്രിയയ്ക്ക് അറബി എന്ന് പറയുന്ന ഭാഷ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നൽകിയ പേപ്പറുകളെല്ലാം നിർബന്ധിതമായിട്ട് നിമിഷപ്രിയ ഒപ്പുവെക്കേണ്ടി വന്നു. പിന്നീട് കോടതിയിലെത്തിയപ്പോൾ പോലും അറബിയിൽ സംസാരിക്കുന്നതിനോട് നിമിഷപ്രിയയ്ക്ക് ഇവരെന്താണ് പറയുന്നത് എന്നത് അറിയാതെ വന്നു. നിമിഷപ്രിയ പല കാര്യങ്ങൾക്കും മൗനസമ്മതം പോലും തലകുലുക്കി നിൽക്കേണ്ടി വന്നു. ഇതൊക്കെ തന്നെ കുറ്റം ചെയ്തിട്ടുള്ള ഒരാളുടെ ഭാവപ്രകടനങ്ങളാണ്, അല്ലെങ്കിൽ അയാളുടെ കുറ്റസമ്മതമാണ് എന്ന രീതിയിലാണ് യമൻ കോടതി എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത്. ആ വധശിക്ഷയിൽ ഔദ്യോഗികമായിട്ട് ഒപ്പുവെച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഇന്നത്തെ ദിവസമാണ്. 16-ാം തീയതി നടപ്പിലാക്കണം എന്നാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഇതിനിടയിൽ നിരവധി തവണ ഈ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇൻ്റർനാഷണലിൽ പല വഴിക്ക് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി. പക്ഷേ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഒടുവിൽ ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൽ വലിയ സമ്മർദ്ദം ചെലുത്തി. ചാണ്ടി ഉമ്മനും മറ്റേ കേരളത്തിൽ നിന്നുള്ള മറ്റ് MP-മാരും ഒക്കെ ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി പല വഴികളും നോക്കി. ചാണ്ടി ഉമ്മൻ ഗവർണറുമായിട്ട് സംസാരിച്ചു, ഗവർണർ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചു, രാധാകൃഷ്ണൻ MP പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും ഒക്കെ കത്ത് നൽകി. അങ്ങനെ പല രീതിയിൽ ഈ വിഷയം ഇത്രയും വളരെ ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കിപ്പിക്കുന്നു. കേന്ദ്രത്തിൻ്റെ സുപ്രീം കോടതിയുടെ വക ഒരു ശാസനം വരുന്നു. ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് എന്താണ് ഇതുവരെ എടുത്തിരിക്കുന്ന നടപടികൾ എന്ന് അറിയിക്കണം എന്ന് പറയുന്നു. കേന്ദ്രം കൃത്യമായിട്ട് രേഖാമൂലം അറിയിക്കുകയാണ്, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ യമനിലെ അവിടെ ഭരണ നേതൃത്വവുമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള പരിമിതികളുണ്ട്. മറ്റു വഴികൾ എന്തായാലും നമ്മൾ തേടുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തന്നെ വരുന്നു. പക്ഷേ അവർ എത്ര ശ്രമിച്ചിട്ടും ഈ യമനിലെ ഈ പറഞ്ഞതുപോലെ ഹൂത്തിയുടെ നിയന്ത്രണത്തിലുള്ള ആ ഒരു കോടതിയും ആ ജയിലും ഒക്കെ, സനയിലെ ആ ജയിലും ഒക്കെ ഇവർക്ക് കയ്യെത്താ ദൂരത്ത് മാത്രമായിട്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അദ്ദേഹം കൃത്യസമയത്ത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ ആ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം അവിടെയുള്ള സൂഫി പണ്ഡിതനുമായിട്ട് സംസാരിക്കുന്നു. കാന്തപുരത്തിന് വളരെ അടുത്ത സൗഹൃദമുള്ള ഒരാളാണ് അവിടുത്തെ സൂഫി പണ്ഡിതൻ. അദ്ദേഹവുമായിട്ട് സംസാരിച്ചതിൻ്റെ ബലത്തിൽ സൂഫി പണ്ഡിതൻ അടിയന്തരമായിട്ട് ഒരു യോഗം വിളിക്കുകയാണ് അവിടെ. ഈ യോഗത്തിൽ അവിടുത്തെ കോടതിയിലെ ജഡ്ജുണ്ട്, അവിടെ ഈ ഹൂത്തികളുടെ പ്രതിനിധികളുണ്ട്, ഈ പറഞ്ഞ പണ്ഡിതനുണ്ട്, തലാലിൻ്റെ സഹോദരനുമുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ ഇരുന്ന് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വിഷയം കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം നമ്മൾ പരിഗണിക്കണം എന്ന് പറയുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ തീരുമാനമെടുക്കേണ്ടിയിരുന്നത് തലാലിൻ്റെ സഹോദരനാണ്. അപ്പോൾ തലാലിൻ്റെ സഹോദരൻ പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരികമായിട്ടുള്ള ഒരു സംഭവമാണ്. വെറും ബ്ലഡ് മണി മാത്രം വാങ്ങിയിട്ട് ഇത് ഒഴിവാക്കേണ്ടതില്ല എന്ന് ആദ്യഘട്ടം മുതലേ ആ കുടുംബം തീരുമാനിച്ചതാണ്. കാരണം അവർക്ക് വൈകാരികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഈ കാര്യങ്ങൾ പോയി സ്വന്തം സഹോദരനെ കൊന്നു തള്ളിയ ഒരാൾക്ക് മാപ്പ് കൊടുത്ത് വിടുക എന്നുള്ളത് അവർക്ക് അല്പം ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് തന്നെയാണ് നേരത്തെ മുതലേ വന്നിരുന്ന വിവരം. കാരണം ആക്ഷൻ കൗൺസിൽ തന്നെ പലതവണ അവർ ആ കുടുംബവുമായിട്ട് സംസാരിച്ചതാണ്. അപ്പോഴൊന്നും അവർ ഇതിന് വഴങ്ങി കൊടുത്തില്ല എന്നുള്ളതാണ് അവസ്ഥ. പിന്നീട് ഇപ്പോൾ സൂഫി പണ്ഡിതൻ പറഞ്ഞപ്പോൾ ആലോചിക്കാം എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിൽ മാത്രമാണ് കോടതിയോട് ഇവർ പറയുന്നത് എങ്കിൽ നമുക്ക് വധശിക്ഷ മരയിപ്പിക്കാം അല്ലെങ്കിൽ നീട്ടിവെക്കാം എന്നുള്ളത്. അപ്പോൾ ആ തീരുമാനം ഇന്ന് നടത്താനെന്ന തീരുമാനം നീട്ടിവെക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞതുപോലെ കാന്തപുരം ഉസ്താദിന് അവരവിടെ നിന്ന് ഒപ്പുവെച്ച ഒരു പേപ്പർ കൈമാറുന്നു. ആ പേപ്പറാണ് കേരളത്തിൽ എത്തുന്നതും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ മരയിപ്പിച്ചു എന്നൊരു വാർത്ത. നമുക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ പല സഹോദരന്മാരും അന്യ നാടുകളിൽ ഇതുപോലെ കഴിയുന്നുണ്ട്. പലരും പല കേസുകളിൽ പെട്ടിട്ട് കുടുങ്ങിക്കിടക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത കേസുകളൊക്കെയാണ്, കുറ്റങ്ങളൊക്കെ ആയിരിക്കും. അവർക്കുമൊക്കെ ഇതുപോലെ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ട് നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് അവസരത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്നൊക്കെ മോചിതയായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.